നമസ്കാരം. ദേശീയ പാർട്ടി പദവി CPM-ന് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് അന്തം കമ്മികൾ. സോഷ്യൽ മീഡിയയിൽ പരിഹാസം സഹിക്കാൻ വയ്യ. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെട്ട വല്ല മരപ്പട്ടിയുടെയോ മരയൊന്തിൻ്റെയോ ചിഹ്നത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്നതിനെക്കുറിച്ച് അടിമക്കമ്മികൾക്ക് ചിന്തിക്കാനേ വയ്യ. എന്തായാലും കമ്മികൾക്ക് താൽക്കാലികമായി ആശ്വസിക്കാനുള്ള വകയുണ്ട്. 2026 വരെ ദേശീയ പാർട്ടി പദവി CPM-ന് നഷ്ടപ്പെടില്ല. 2016 ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പുനഃപരിശോധിക്കുന്ന കാലാവധി 10 വർഷമാക്കി ക്രമീകരിച്ചതിൻ്റെ ആനുകൂല്യത്തിലാണ് തൽക്കാലം CPM-ന് പിടിച്ചു നിൽക്കാനുള്ള വഴിയൊരുങ്ങുന്നത്. പക്ഷേ ദേശീയ പാർട്ടി എന്ന പദവി സ്ഥിരമായി നിലനിർത്താൻ CPM-ന് നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള 3 മാനദണ്ഡങ്ങളിൽ ഒന്നായ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമാണ് നിലവിൽ CPM-ന് ദേശീയ പാർട്ടി പദവി നൽകുന്നത്. കേരളം, തമിഴ്നാട്, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളാണ് CPM-നെ താങ്ങി നിർത്തിയിരിക്കുന്ന 4 സംസ്ഥാനങ്ങൾ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 26 സീറ്റുകളുടെ ബലത്തിലാണ് ബംഗാളിൽ സംസ്ഥാന പാർട്ടി പദവി CPM നിലനിർത്തുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പുനഃപരിശോധിക്കുന്ന കാലാവധി 10 വർഷമാക്കി ക്രമീകരിച്ചതിൻ്റെ ആനുകൂല്യത്തിൽ 2 കൊല്ലം കൂടി, അതായത് 2026 വരെ ദേശീയ പാർട്ടിയായി തുടരാം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും ബംഗാളിലും 2 സീറ്റുകളിൽ വീതമെങ്കിലും ജയിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. കാരണം ദേശീയ പാർട്ടി പദവി നിലനിർത്തണമെങ്കിൽ 2 സംസ്ഥാനങ്ങളിലായി 4 സീറ്റുകൾ വേണം. തമിഴ്നാട്ടിൽ 2 സീറ്റ് കിട്ടിയില്ലെങ്കിലും 2029 വരെ സംസ്ഥാന പാർട്ടിയായി തുടരാം. അതേസമയം ബംഗാളിൽ ഇപ്പോൾ 2 സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളെങ്കിലും നേടിയിരിക്കണം. അതിനുള്ള സാധ്യത തുലവും കുറവുമാണ്. അങ്ങനെ 9 സീറ്റ് കിട്ടിയില്ലെങ്കിൽ 2026 ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും CPM-ന്. ഈ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പിന്നിൽ പോയാലും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സിക്കർ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംസ്ഥാന പാർട്ടിയാകാൻ CPM-ന് കഴിയും. അതല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റുകൾ നേടണം. ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണത്. അതായത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ 11 സീറ്റുകൾ നേടാൻ വിദൂര സാധ്യത പോലുമില്ല. ദേശീയ പാർട്ടിയാകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. 4 സംസ്ഥാനങ്ങളിലെങ്കിലും ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ 6% വോട്ടുകളെങ്കിലും കിട്ടണം. അതോടൊപ്പം തന്നെ ലോക്സഭയിൽ 4 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കുകയും വേണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം, ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ 6%-ലേറെ വോട്ടുകൾ CPM നേടിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് 6%-ലേറെ വോട്ടുകൾ CPM-ന് കിട്ടിയത്. ലോക്സഭയിലാകട്ടെ 3 MP-മാർ മാത്രവും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം, ത്രിപുര, ബംഗാൾ എന്നിവിടങ്ങളിൽ 6%-ലധികം വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും 4മതൊരു സംസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും CPM-ന് കഴിയില്ല. ലോക്സഭയിലേക്ക് 4 സീറ്റുകളെങ്കിലും കിട്ടുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു സംസ്ഥാനത്ത് കൂടി 6%-ലേറെ വോട്ട് കിട്ടിയില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി CPM-ന് നഷ്ടപ്പെടും. അങ്ങനെ 6%-ലേറെ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുമില്ല. ലോക്സഭാ സീറ്റിന്റെ 2%-എങ്കിലും, അതായത് 11 സീറ്റുകൾ ഉണ്ടായിരിക്കുകയും 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാർ ഉണ്ടായിരിക്കണം എന്നതുമാണ് 2ാമത്തെ മാനദണ്ഡം. എന്നാൽ ലോക്സഭയിൽ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി ആകെയുള്ളത് 3 സീറ്റ്. ദേശീയ പാർട്ടി പദവി നിലനിർത്തണമെങ്കിൽ കേരളം, ബംഗാൾ, ത്രിപുര, രാജസ്ഥാൻ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി കുറഞ്ഞത് 11 സീറ്റുകളെങ്കിലും ലഭിക്കണം. ഇതിനുള്ള സാധ്യതയാകട്ടെ വളരെ വിരളവുമാണ്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി എന്നുള്ളതാണ് ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള 3ാമത്തെ മാനദണ്ഡം. കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ CPM-ന് സംസ്ഥാന പാർട്ടി പദവിയുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ത്രിപുരയിലും സീറ്റുകളൊന്നും കിട്ടിയില്ല എങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2ഇടങ്ങളിൽ സംസ്ഥാന പാർട്ടിയായി തുടരാം. എന്നാൽ തമിഴ്നാട്ടിലും ബംഗാളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോശപ്പെട്ട പ്രകടനമായതുകൊണ്ട് ഈ 2ഇടങ്ങളിലും ലോക്സഭയിലേക്ക് 2 സീറ്റുകൾ വീതം നേടണം. ചുരുക്കി പറഞ്ഞാൽ വാലിൽ തീ പിടിച്ച അവസ്ഥയാണ് ഇപ്പോൾ CPM-ന്. പാർട്ടിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് പാർട്ടി നേതാക്കളും ഒരു വിഭാഗം അണികളുമാണ്. ഇപ്പോൾ തന്നെ ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് CPM-ന്റെ വിളിപ്പേര്. ദേശീയ പാർട്ടി പദവി കൂടി നഷ്ടപ്പെടുന്നതോടെ വെറുമൊരു ഗുണ്ടാ സംഘമായി CPM എന്ന മഹത്തായ പ്രസ്ഥാനം അധപതിക്കും എന്ന കാര്യം ഉറപ്പാണ്.